എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിനെ കിട്ടിയിട്ടതിന് ശേഷം ആ ഗുണ്ട പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ നരുന്ത് പോലത്തെ ഒരു പെണ്ണ്, പക്ഷേ ഉള്ളത് മൊത്തം ഉരുക്കാണല്ലേടി, ഏതായാലും നിന്നെ കൊല്ലാൻ തന്നെയാണ് എനിക്ക് കിട്ടിയ കൊട്ടേഷൻ എന്നൊക്കെ പറയും. എന്നിട്ട് ഫോൺ വിളിക്കുക കേട്ടോ വേണുവിനെ. എന്നിട്ട് പറയുന്നുണ്ട്, അവളെ ഞങ്ങളെ തട്ടിക്കൊണ്ട് വന്ന് ഇവിടെ കെട്ടിയിട്ടേക്കുവാണ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തീർത്ത് കളഞ്ഞേക്കാനാണ് പറയുന്നത്. അന്നേരം പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അത് കഴിയുമ്പോൾ ഞങ്ങളുടെ പൈസ ഇങ്ങ് തന്നേക്കണം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഏതായാലും ഫോൺ വെച്ചതിന് ശേഷം അയാൾ ഓർക്കുവാണ്, എനിക്കിട്ടൊരു തല്ലൊക്കെ തന്നതല്ലേ, ഏതായാലും കുളിച്ചിട്ട് വന്നിട്ട് അവൾക്കൊരു സമ്മാനം കൊടുക്കാം, എന്നിട്ട് കൊന്നാൽ മതി എന്നൊക്കെ മനസ്സിലോർത്തിട്ട് അയാൾ കുളിക്കാനായിട്ട് പോവാണ്. ആകെ വിഷമിച്ച് നിസ്സഹായമായിട്ടിരിക്കുവാണ് നന്ദു. പിന്നീട് വേണു ഈ വിവരങ്ങളെല്ലാം അനാമികയോടും രേവതിയോടും പറയുന്നു. അവർ ഭയങ്കര ഹാപ്പിയാണ്. വേണു പറയുന്നുണ്ട്, ഇനി ആ നന്ദു എന്ന് പറയുന്ന അവളുടെ ആ ശല്യം ഒഴിവായി കിട്ടും, ഇന്നത്തോടു കൂടി അവളെ അവന്മാർ തൂക്കും, ഇനി പേടിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് നല്ല സന്തോഷം. ശരിക്കും കൊല്ലാൻ പറഞ്ഞൂല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയുള്ള പലതും ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല പരിപാടിയും ചെയ്തു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയേക്കുന്നത് എന്നൊക്കെ വേണു പറയുന്നുണ്ട്. ഏതായാലും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷം. അനാമിക പറയുന്നുണ്ട്, എന്നെ തല്ലിയതല്ലേ അവൾ, അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടണം, ഏതായാലും ഇനി അവളുടെ ശല്യം ഉണ്ടാകില്ലല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് അനാമിക. അന്നേരം രേവതി പറയുന്നുണ്ട്, അവൾ നിന്നെ തല്ലാനുള്ള കാരണം നയനെ പിടിച്ച് തള്ളിയതല്ലേ, നയനയ്ക്ക് ഏതാണ്ട് വയ്യാണ്ടിരിക്കുവാണ് എന്നൊക്കെ പറയണ കേട്ടു. അതുപോലെ ഇടയ്ക്ക് ആദർശം പറയുന്ന കേട്ടു, അവൾക്ക് എന്താ അസുഖം എന്നൊന്നും അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം അനാമിക, ഇനിയിപ്പം വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത് അവളാന്ന് പറയുമോ ആവോ, അതിനും മതി, ഇനിയിപ്പോൾ അവളെ വലിയ പതിവ്രതയാക്കാൻ വേണ്ടി അതിനും തുനിയും ബാക്കിയുള്ളവർ എന്നിങ്ങനെ പറയുമ്പം വേണു പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ അങ്ങനെ നുണ പറയാനൊന്നും പറ്റിയല്ലോ മോളെ, അതിനേതായ രീതികളുണ്ട്, പിന്നെ അങ്ങനെ പറഞ്ഞാൽ തന്നെ അമ്മായിമ്മയ്ക്ക് മരുമോളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതൊന്നും അംഗീകരിക്കത്തുമില്ല എന്നുള്ളൊരാശ്വാസത്തിലാണ് അവർ. അതിനിടയ്ക്ക് വേണു പറയുന്നുണ്ട്, ഇവളുടെ കാര്യം അങ്ങ് ക്ലോസ് ആയതിന് ശേഷം ആ അബി എന്ന് പറയുന്ന അവനെ ഒന്ന് ശരിക്കും ഒന്ന് പിരികേറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ആ നവ്യയുടെ കാര്യത്തിന് തീരുമാനമാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രതീക്ഷയാട്ടോ അനാമികയുടെ മുഖത്ത്. അന്നേരം രേവതിയും പറയുന്നുണ്ട്, അല്ലെങ്കിലും അവളെ അവിടെ ജലജയ്ക്കോ മോനോ ഒന്നും ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഒഴിവായി പോണേന്ന് അവരുടെയും ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അനി എന്തൊക്കെയോ കവിത കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം അങ്ങോട്ട് ആദർശം വരും. എന്നിട്ട് പറയും, എടാ നന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നയനെ വിളിച്ചു എന്ന് പറയും. അന്നേരം അയ്യോ അവളെവിടെ പോയതാ പോലും, എങ്കിലൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ അവളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് അനി പറയുവാണ്. അന്നേരം ആദർശം പറയും, അതിൻ്റെ ആവശ്യമില്ലടാ, നയനെ എല്ലാവരെയും വിളിച്ചു നോക്കി, അവരുടെ അടുത്തൊന്നും ചെന്നിട്ടില്ലെന്ന് അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായി കാണും, അവളുടെ ഏറ്റവും വലിയ ശത്രു ഇവിടെയുള്ള അനാമിക തന്നെയാണ്, അതുകൊണ്ട് അവൾ പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരൂടെ അന്വേഷിക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അന്നേരം വണ്ടി പോകുന്ന സമയത്ത് ചുറ്റും നോക്കുന്നൊക്കെ ഉണ്ട്. അന്നേരമാണ് ഒരു സൈഡിലായിട്ട് നന്ദുവിൻ്റെ സ്കൂട്ടർ ഇരിക്കുന്ന കാണുന്നത്. അന്നേരം വണ്ടി നിർത്താൻ പറയും. അനി ഓടി വണ്ടിയുടെ അടുത്തോട്ട് വരും. വണ്ടി നിർത്തിയിട്ട് ആദർശം വരുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇത് നന്ദുവിൻ്റെ വണ്ടിയാണ്, ഞാനും അവളോട് ഇതിനകത്ത് കുറേ കറങ്ങിയേക്കുന്നതായതുകൊണ്ട് എനിക്ക് മാറിപ്പോകില്ല എന്ന് അനി പറയും. അന്നേരം ആദർശം ചുറ്റും നോക്കുമ്പോൾ അപ്പുറത്തൊരു വീട്ടിൽ ക്യാമറ ഉണ്ട് കേട്ടോ. അന്നേരം ആദർശം പറയും, എടാ ദാ വീട്ടിൽ ക്യാമറയുണ്ട്, നമുക്ക് അവിടെ പോയി ഒന്ന് ചോദിക്കാം എന്ന് പറയും. അങ്ങനെ അവർ ആ വീട്ടിൽ ചെല്ലുന്നു. കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോഴേക്കും ഒരാൾ ഇറങ്ങി വരും. അയാളോട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ MD ആദർശാണ് എന്ന് പറയും. അന്നേരം ആ സാറിനെ ഞാൻ ജ്വല്ലറി വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അങ്ങേര് പറയും. എന്നിട്ട് എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്കൊരു സഹായം വേണം, എൻ്റെ ഭാര്യയുടെ അനിയത്തിയെ കാണാതെ പോയി, അവളെ കാണുന്നില്ല, ഇപ്പം ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അവളുടെ ബൈക്ക് ഇരിക്കുന്നത്, അപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയുവാണെങ്കിൽ ഇവിടെ ക്യാമറ ഉണ്ടല്ലോ, ഒന്ന് നോക്കാനായിരുന്നു എന്ന് പറയും. അതിനെന്താ എന്ന് പറഞ്ഞാൽ അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനകത്ത് ചെന്നാൽ ഒരു ലാപ്പുമായിട്ടാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. ലാപ്പുമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട് നന്ദുവിനെ അടിച്ചു വീഴ്ത്തിയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. അന്നേരം അവർക്ക് കാര്യം മനസ്സിലാവും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു സംഭവം വീടിൻ്റെ ഫ്രണ്ടിൽ നടന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയും, സാരമില്ല, ഏതായാലും കാര്യങ്ങൾ അറിയാൻ പറ്റിയല്ലോ, താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അത് കഴിഞ്ഞ് വീണ്ടും അവർ വണ്ടിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നയനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ആകെ ടെൻഷനാണ് അനിക്ക്. അന്നേരം ഏട്ടത്തി വിളിക്കുന്നുണ്ടല്ലോ, ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം പറയാനായിട്ടൊന്നും ഇല്ലല്ലോ, ഇവർ അന്വേഷിച്ച് ഒരിടത്തും എത്തിയിട്ടുമില്ല. അന്നേരം അനി തന്നെ പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് ഫോൺ എടുക്കണ്ട, എന്തെങ്കിലും ഒന്ന് നന്ദുവിനെ പറ്റി ഒരു വിവരം കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഫോൺ എടുത്താൽ മതിയെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. അന്നേരം ഫോൺ വിളിച്ചിട്ട് ആദർശം എടുക്കാത്തതുകൊണ്ട് കനകയ്ക്കൊക്കെ ആകെ ടെൻഷൻ. അപ്പോൾ കനക ചോദിക്കും, എന്താ മോളെ ഫോൺ എടുക്കുന്നില്ല ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, ഇതിൻ്റെ പുറകിലും ആ അനാമികയുടെ അച്ഛനും അമ്മയും ആയിരിക്കും, അവർക്ക് നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു മോളോട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, മോളെ ഇതിൻ്റെ പുറകിൽ അവരാണെങ്കിൽ വെറുതെ വിടരുത് കേട്ടോ എന്ന് കനക പറയുമ്പം, അതിൽ സംശയം ഉണ്ടോ അമ്മേ, ഉറപ്പായിട്ടും ചെയ്തിരിക്കും, പിന്നെ
അവൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും ക്ഷമിക്കുന്നത് അനിയുടെ ജീവിതത്തെ ഓർത്താണ്. ശരിക്കും അമ്മ മരണം വരെ കണ്ട് തിരിച്ചു വരാനുള്ള കാരണവും അവളോ അവളുടെ അമ്മയോ ഒക്കെ തന്നെയായിരിക്കും. ഞാനാണ് അവിടെ പാല് കാച്ചി വെച്ചത്, അത് നല്ല പാലായിരുന്നു. അതിനകത്ത് വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അനാമികയോ അവളുടെ അമ്മയോ ആണ്. കാരണം അതിന് കുറച്ച് ദിവസം മുമ്പാണ് നവ്യേച്ചിയുമായിട്ട് ഒരു വഴക്കുണ്ടായത്. അവൾക്ക് നവ്യേച്ചിയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതിന് അവൾ പ്രതികാരം വീട്ടിയതാകാനാണ് സാധ്യത എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദർശിനോടെങ്കിലും മോൾക്ക് പറയാൻ മേലായിരുന്നു എന്ന്. അന്നേരം നയന പറയും, ആദർശേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദർശേട്ടനും എനിക്കും ഒക്കെ ഈ കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയുക, ശബരിമലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ശരിയാകും എന്ന് ഓർത്താണ്, പക്ഷേ തിരിച്ചടികൾ മാത്രമേ ഉള്ളല്ലോ മോളെ എന്നിങ്ങനെ പറഞ്ഞ് ആകെ ഒരു വിഷമാട്ടോ അവർക്ക്. അന്നേരം നയന പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം ഇതൊക്കെയാണെന്ന് നമുക്കറിയാം, പക്ഷേ ആദർശേൻ്റെ അമ്മ ഇതൊന്നും വിശ്വസിക്കുന്നില്ല, ഇപ്പോഴും സ്വന്തം മരുമകളായി കണ്ട് സ്നേഹിക്കുമല്ലേ എന്നിങ്ങനെ പറയുന്നേക്കും. അത് കേൾക്കുന്ന കനകയ്ക്ക് വീണ്ടും സങ്കടം. ഏതായാലും അന്വേഷിക്കാൻ പോയ ആദർശം അനിയും ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തി ഓരോ സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആ വണ്ടി കണ്ടിട്ടുണ്ടോ, ആ വണ്ടി ആ പരിസരത്തുള്ളതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവരാരും കണ്ടിട്ടില്ല. അതിന് ആദർശം പറയും, നമുക്ക് ഈ അടുത്ത് CCTVകളുള്ള കടകളുണ്ട്, അവിടെ കയറി അന്വേഷിക്കുക എന്ന് പറയും. ഈ സമയം നമ്മുടെ നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. നന്ദു കൈ എങ്ങനെയെങ്കിലും ഒന്ന് അഴിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേക്കും അയാൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരും. എന്നിട്ട് പറയും, ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞാണ് മോളെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പയ്യെ ഒന്ന് ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ചെല്ലുവാണ്. അദ്ദേഹം കറക്റ്റ് അയാൾക്കിട്ട് ഒരു ചവിട്ട് കിട്ടും. നോക്കുമ്പോൾ അദ്ദേഹം ആദർശം പുറകെ അനിയുണ്ട്. പിന്നെ അവിടെ കിടന്ന ഒരു സ്റ്റണ്ടാട്ടോ. അതിനിടയ്ക്ക് അനി നന്ദുവിൻ്റെ കെട്ടൊക്കെ അഴിച്ചു വിടുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ അനിക്കിട്ട് ഒരാൾ വന്ന് ചവിട്ടും. അപ്പം വീഴുന്നത് രണ്ടുപേരോട് ഒരുമിച്ചാട്ടോ. ആ വീഴ്ചയിലുണ്ട് രണ്ടെണ്ണത്തിൻ്റെ സ്നേഹം. കുറച്ച് നേരം രണ്ടുപേരും ഇങ്ങനെ കണ്ണോട്ട് കണ്ണൊക്കെ നോക്കി കിടക്കുന്നുണ്ട്. ഏതായാലും അവരെല്ലാം അടിച്ച് ഓടിച്ച് കഴിയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം, അവിടെ നനയിച്ചൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുവാണെന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ചെയ്തത് അനാമികയുടെ അച്ഛനും അവളും കൂടിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയും. അതിന് ആദർശം പറയും, വ്യക്തമായ തെളിവില്ലാതെ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട, സംശയം എനിക്കുണ്ട്, ഏതായാലും നമുക്കിപ്പോൾ പോകാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോരുവാട്ടോ. ഈ സമയം വേണു ഭയങ്കര ഹാപ്പി ആട്ടോ. ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്, കൊന്നു എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട് എന്നോർത്ത്. അതൊക്കെ അവർ പുറത്ത് പോകാൻ വേണ്ടി അനാമികയും രേവതിയും റെഡിയായിട്ട് വരും. അന്നേരം എന്തായി വെച്ചാന്ന് ചോദിക്കുമ്പോൾ, അവളുടെ കാര്യം തീർന്ന നീനി അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം, എൻ്റെ മുഖത്ത് അടിച്ചതിൻ്റെ വേദന ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല, അവൾ സർവ്വശക്തി എടുത്താണ് എൻ്റെ മുഖത്ത് അടിക്കുകയും എന്നെ ചവിട്ടുകയും ഒക്കെ ചെയ്തത്, അതിൻ്റെ സങ്കടം മാറണമെങ്കിൽ ഇത് തന്നെയാണ് മാർഗം എന്നിങ്ങനെ പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ഇതുപോലുള്ള തരികട പണികളൊക്കെ ചെയ്തല്ലേ ഞാൻ ഇവിടെ വരെ എത്തിയത്, ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല പിടിച്ചു നിൽപ്പിന് വേണ്ടി എന്ന് വേണു പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് അവർ സ്നേഹിച്ചു, അത് എനിക്ക് വിഷയമല്ല, പക്ഷേ വിവാഹശേഷവും അവൻ അവളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക് മരണം തന്നെയായിരിക്കും ശിക്ഷ. അത് തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല, അവളുടെ കാര്യം തീർന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമായി എന്നൊക്കെ പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, അഥവാ അവൾ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടാലും ഇനി ഒരാണുങ്ങളുടെ പുറകെ നടക്കുന്ന അവസ്ഥയിലാവരുത് അവൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാണ്. അന്നേരം അനാമിക പറയും, എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇനി അനിയുടെ ജീവിതത്തിൽ അവൾ കാണിയല്ലോ അത് തന്നെ എനിക്ക് സന്തോഷമാണ് എന്ന് പറയും. ഏതായാലും അവർ പുറത്തേക്ക് പോരുവാണ്. പോകുമ്പോഴേക്കും വേണുവിനൊരു ഫോൺ കോൾ വരുന്നു. ആ ഗുണ്ടയാട്ടോ. എന്നിട്ട് പറയും, ഞങ്ങൾ അവളെ തൂക്കിയെന്ന് പറയുമ്പോൾ, തൂക്കിയോ എന്ന് ചോദിക്കും. ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. അന്നേരം അവളെ ഞങ്ങൾ തൂക്കിയിട്ടുണ്ട്, ഇനി തരാനുള്ള ബാക്കി പൈസ എങ്ങനെ അയച്ചേക്കാവോ എന്ന് ചോദിക്കും. അന്നേരം നിനക്ക് എന്താണ് ഒരു വെപ്രാളം പോലെ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഒരു ഫൈറ്റ് നടന്നു, അതിനുശേഷം അവളെ തൂക്കാൻ പറ്റിയത് അതിൻ്റെയാണ്, പെട്ടെന്ന് പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുമ്പോൾ, പൈസ ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് വേണു പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് അനാമിക ഓ ഇനി അവളുടെ ശല്യമില്ലല്ലോ, എനിക്ക് ഓർത്തിട്ട് സന്തോഷം സഹിക്കാൻ മേല, നമുക്കൊന്ന് ആഘോഷിക്കണം ചെയ്തതെന്ന് പറയും. അന്നേരം വേണു പറയും, പിന്നെ അല്ലാണ്ട് അവളുടെ വീട്ടിൽ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ മോളെ എന്ന് പറയുക. അന്നേരം രേവതി, ഇതിന് പൊല്ലാപ്പാകുമോ എന്ന് ചോദിക്കും. അന്നേരം എന്ത് പൊല്ലാപ്പാകാൻ, ഒരു പൊല്ലാപ്പം ആകുകയില്ല, അവൻ വിളിച്ചത് മരിച്ചുപോയ എൻ്റെ ഏട്ടൻ്റെ നമ്പറിലേക്കാണ്, അതുപോലെ അവന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് കടക്കും, പിന്നെ അവരുടെ പൊടി പോലും കിട്ടില്ല, അതുകൊണ്ട് ഒരു തെളിവും ബാക്കിയുണ്ടാവില്ല, പിന്നെ കുറച്ച് സംശയങ്ങൾ അവിടെ ഇവിടെ കിടക്കും, അത് സാരമില്ല എന്ന് പറഞ്ഞ് അവർ ആഘോഷിക്കാനായിട്ട് പോവാണ്. ഈ സമയം നമ്മുടെ നന്ദുവും അനിയങ്ങളുടെ ഒരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. നന്ദു ഇത്ര നേരമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, കെട്ടിയിട്ടേക്കുമല്ലായിരുന്നോ, ഇത് ഇവരിന്ന് ചെല്ലുന്ന ആ ഹോട്ടലിൽ തന്നെയാട്ടോ.
അപ്പം ആദർശ് വിളിക്കുന്നുണ്ട് അനിയനെ. ആദർശിനെ അതിനിടയ്ക്ക് ഓഫീസിൽ വരെ പോകേണ്ടി വന്നു. അപ്പോൾ പോയിട്ട് വന്നേടം വരെ നിങ്ങൾ ആ ഹോട്ടലിൽ തന്നെ വെയിറ്റ് ചെയ്യുക, ഉടനെ ആദർശ് എത്തിയേക്കാമെന്നാണ് പറഞ്ഞത്. അന്നേരത്തേക്കും അത് കേൾക്കുമ്പം നന്ദുവിനൊരു വിഷമം, ഒത്തിരി ബുദ്ധിമുട്ടായല്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പം എന്ത് ബുദ്ധിമുട്ട്, ആദർശേട്ടൻ ഇപ്പം നയനേടത്തിയുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, എനിക്ക് പണ്ടേ അങ്ങനെയാണല്ലോ എന്ന് ആനി പറയുമ്പം ഒരു ചെറിയ ചിരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നന്ദുവിൻ്റെ മുഖത്ത്. ഇവരിങ്ങനെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സെയിം ഹോട്ടലിലേക്ക് നമ്മുടെ വേണുവും അനാമികയും കൂടെ വന്നത്. ഭയങ്കര സന്തോഷത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഇവരവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അധികം വേണു ദേ മോളെ നീ അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറയും. അന്നേരം അനാമിക നോക്കിയിട്ട് അത് അനിയും നന്ദു അല്ലേ, ഇവിടെയാണോ അവന്മാർ തൂക്കിയെന്ന് പറഞ്ഞത്, എന്താ അച്ഛൻ നടന്നത് എന്ന് ചോദിക്കും. അന്നേരം എന്താ നടന്നതെന്ന് എനിക്ക് അറിയത്തില്ല മോളെ, അവന്മാർ പിന്നെ ഇവള് തൂക്കിയെന്ന് പറഞ്ഞത് എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട് അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ അവർ അയച്ചു തന്നല്ലേ, അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു, അച്ഛൻ അവരെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറയും. വിളിച്ചു നോക്കുമ്പം ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഒരു വിവരവും ഇല്ല. അന്നേരം വേണു സൂക്ഷിച്ച് നോക്കിയിട്ട് അത് അവൾ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം രേവതി പിന്നെ അത് അവളല്ലാണ്ട് രാത്രിയാണെങ്കിൽ പ്രേതമാണ് എന്ന് വിചാരിക്കാം, ഇത് രാത്രിയൊന്നും അല്ലല്ലോ, നന്ദു തന്നെയാണ് അനിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നിങ്ങനെ അവർ ദേഷ്യപ്പെട്ട് പറയുവാണ്. അന്നേരം അനാമികയ്ക്ക് അതിലേറെ സങ്കടം, പിന്നെ എന്തിനാ ചാച്ച വെറുതെ പൈസ കൊടുത്തത്, ആ പൈസയും പോയി, ഇതിപ്പോൾ കാര്യം നടന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന രണ്ടെണ്ണത്തിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.